നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ജനുവരി 23 വരെ റിമാൻഡ് ചെയ്തു. കട്ടിളപ്പാളികൾ കടത്തിക്കൊണ്ടുപോകാൻ കുറ്റകരമായ മൗനാനുവാദം തന്ത്രി നൽകിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച സൂചനകളെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്തതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ജനുവരി 13 കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് SIT തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഈഞ്ചക്കലിലെ SIT ഓഫീസിൽ വെച്ചായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ് ഡോക്ടർ CS മോഹിതിന്റെ ക്വാർട്ടേഴ്സിൽ ഹാജരാക്കിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം ഉപയോഗിച്ച് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ തന്ത്രി അനുമതി നൽകിയായിരുന്നുവെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക വിധികൾ പാലിക്കാതെയും കട്ടിളപ്പാളികൾ കൈമാറാൻ തന്ത്രി ഒത്താശം ചെയ്തെന്നും ദേവസ്വം ബോർഡിന്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്ത്രിക്ക് ഇത് തടയാൻ ബാധ്യതയുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തന്ത്രി അങ്ങനെ ചെയ്തിരുന്നില്ല. പാളികൾ നീക്കം ചെയ്യുന്ന ദിവസം ശബരിമലയിൽ ഉണ്ടായിട്ടും ഇക്കാര്യം ദേവസ്വം ബോർഡിനെയോ ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ തന്ത്രി ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. തന്ത്രിയുടെ അറസ്റ്റ് റിപ്പോർട്ടിൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പരാമർശമില്ല. കേസിൽ 13ാം പ്രതിയാണ് കണ്ഠരര് രാജീവ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ സാമ്പത്തിക ഇടപാടുകളായിരിക്കും ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിക്കുന്ന ED അന്വേഷിക്കുക. ED കൊച്ചി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ രാകേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ശബരിമലയിലെ ഉന്നതനായ മുഖ്യപുരോഹിതൻ കേസിൽ അറസ്റ്റിലായതും കേന്ദ്ര ഏജൻസിയുടെ കൂടി അന്വേഷണം ആരംഭിച്ചതും ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അറസ്റ്റ് നോട്ടീസിലുമുള്ളത്. ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നെന്നും സ്വർണ്ണ കട്ടിളപ്പാളി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തുവെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്തപ്പോൾ തന്ത്രി ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതെന്നും ഇതിനായി ദേവന്റെ അനുവാദം തേടിയില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.